ആസ്യൂളിലേക്ക് 6th സ്റ്റാൻഡേർഡിലെ 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ പുതിയ ടെക്സ്റ്റിൻ്റെ 3ാമത്തെ ചാപ്റ്റർ, 3rd ചാപ്റ്റർ വോളിയം, വ്യാപ്തം എന്നതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന വ്യാപ്തം, വോളിയം എന്നൊക്കെ പറയുന്ന ഒരു അളവാണ്, അളവ്, മെഷർമെൻ്റ് ആണ്. എന്തൊക്കെ മെഷർമെൻറ്റുകളാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? നോക്കൂ, ഒരു ലൈൻ നമ്മൾക്ക് കിട്ടിയാൽ, ഒരു വര കിട്ടിയാൽ ഈ ലൈനിന്റെ മെഷർമെന്റ്, ലൈനിന്റെ നീളം നിങ്ങൾ കണ്ടുപിടിക്കും. അപ്പൊ ആ നീളം, ലെങ്തിനെയാണ് നമ്മൾ ലൈനിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ സ്കെയിൽ വെച്ചിട്ട് അളന്ന് നോക്കിയിട്ട് 6 സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ ലൈനിന്റെ മെഷർമെന്റ്, അതായത് വരയുടെ അളവ് നമുക്ക് ആയിക്കഴിഞ്ഞു. പിന്നെ നമ്മൾ പഠിച്ചത് ഒരു ചതുരം, ഒരു റെക്റ്റാങ്കിൾ കിട്ടിയാൽ ആ ചതുരത്തിന്റെ നീളം 5 സെന്റിമീറ്റർ, വീതി 3 സെന്റിമീറ്റർ ആണെങ്കിൽ നമ്മൾ എന്തെല്ലാം പഠിച്ചിട്ടുണ്ട്? നമ്മൾ ഇതിന്റെ പെരിമീറ്റർ, ചുറ്റളവ് പഠിച്ചിട്ടുണ്ട്, ഇതിന്റെ ഏരിയ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്ര പോലെയുള്ള ഈ സ്ഥലത്തിന്റെ ഏരിയ, പരപ്പളവ് എന്ന് പറയുന്നത് നമ്മൾക്കറിയാം. നീളവും വീതിയും 5ഉം 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അത് 15 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ ഒരു നീളം, ഒരു വരയുടെ നീളം നമ്മൾക്ക് അളന്ന് കണ്ടുപിടിക്കാൻ അറിയാം. ഒരു ചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് നമ്മൾക്കറിയാം. എന്നാൽ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഇത് രണ്ടും അല്ലാത്ത പുതിയൊരു രൂപമാണ്. അത് ഇതുപോലുള്ള രൂപങ്ങൾ. നോക്കൂ കുട്ടികളെ, ഇതാ ഇതുപോലുള്ള രൂപം. നിങ്ങൾ ഇത് റൂബിക് ക്യൂബാന്നൊക്കെ പറയും. ഇതേപോലൊരു കട്ട, ഇത് എല്ലാ സൈഡും ഒരേപോലെ വരുന്നൊരു കട്ടയാണ്, ഒരു ബ്ലോക്കാണ് അല്ലെ. ഇനി ഇതേ മാതിരിയുള്ളത് തന്നെ നമ്മളിപ്പം ഈ ഷേപ്പാണ് നമ്മൾ വിചാരിക്കുന്നത് എങ്കിൽ, ഇത് ഇവിടെ റെക്ടാങ്കിൾ ആണ്, ഇവിടെ ഹൈറ്റ്, ഇവിടെ വിഡ്ത്ത് എന്നൊക്കെ പറഞ്ഞിട്ടില്ല. ഒരു ഇഷ്ടിക പോലെയുള്ള ഒരു ബ്രിക്കിനെ പോലെയുള്ളതാണ് നമ്മൾക്ക് ഇത് വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള രൂപങ്ങളുടെ വലിപ്പം, അതിന്റെ ക്വാണ്ടിറ്റി എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത്. അപ്പോൾ ഒരു ക്വാണ്ടിറ്റിയാണ്, ഒരു സാധനത്തിന്റെ വലിപ്പമാണ് നമ്മൾ എന്ത് പറയുന്നത്? വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ വലുപ്പം. ഓക്കെ, അതായത് നീളം എന്ന് പറയുന്നത് ഇതിന്റെ ഒരളവ് മാത്രമാണ്. എന്നാൽ ഇതിന് എന്തൊക്കെയുണ്ട്? നീളമുണ്ട്, വീതിയുണ്ട്, ഉയരമുണ്ട്. ഈ രൂപങ്ങൾക്കെല്ലാം നീളമുണ്ട്, വീതിയുണ്ട്, ഉയരം, ലെങ്ത് ഉണ്ട്, ബ്രെഡ്ത്ത് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്. അങ്ങനെയുള്ളതിന്റെ വലുപ്പം, അതിന്റെ ക്വാണ്ടിറ്റി, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വോളിയം എന്ന് ഇംഗ്ലീഷിലും മലയാളത്തില് വ്യാപ്തം എന്ന് പറയുന്നത്. അപ്പോ ഇത് ഇങ്ങനെയുള്ള രൂപങ്ങളാണ്. ഓരോ കട്ടകളായിരിക്കും, ഓരോ ബ്ലോക്കുകളായിരിക്കും ഇവിടെ നമ്മൾ പരിഗണിക്കുന്നത്. നമ്മൾ 6th സ്റ്റാൻഡേർഡിൽ പരിഗണിക്കുന്നത് റെക്ടാങ്കുലർ ബ്ലോക്ക്, അതായത് ചതുരക്കട്ട, ക്യൂബോയിഡ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ചതുരക്കട്ട, ഇഷ്ടികയുടെ മോഡലുള്ള രൂപങ്ങളെയാണ് നമ്മളിവിടെ പരിഗണിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ വലുപ്പം നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും എന്നുള്ളതാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ചിത്രം, ഇതിന്റെ ചിത്രങ്ങൾ ഈ രീതിയിലാണ് വരിക. കുട്ടികൾ ആദ്യം ഒന്ന് പരിചയപ്പെടുക. ഇങ്ങനെയുള്ള ഈ ചിത്രത്തിൽ നോക്കുക. 1, 2, 3 കട്ടകൾ ഇങ്ങനെയുണ്ട്. 1, 2 കട്ടകൾ ഈ വീതിയിൽ വെച്ചിട്ടുണ്ട്. 1, 2 കട്ടകൾ ഉയരത്തിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ഇത് വെച്ചിട്ട് ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ഒരു കട്ടയാണ് എങ്കിൽ, ബ്ലോക്ക് ആണ് എങ്കിൽ, നീളത്തിൽ നോക്കിയാൽ 1, 2, 3 ഉണ്ട്, വീതിയിലോ 1, 2, 3 ഉണ്ട്, ഉയരത്തിലോ 1, 2, 3, 1, 2, 3 എന്ന് പറയുന്ന രീതിയിൽ നീളത്തിലും 3 എണ്ണം ഉണ്ട്, വീതിയിലും 3 എണ്ണം ഉണ്ട്, ഉയരത്തിലും ഉണ്ട്. പക്ഷെ എല്ലാ റെക്ടാങ്കുലർ ബ്ലോക്സും അതേപോലെ നീളവും വീതിയും ഉയരും ഒരേപോലെ വേണമെന്നില്ല. ഓക്കെ, അങ്ങനെയുള്ള ചിത്രമാണ് ഞാനിപ്പോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കൂ, ഇവിടെ നോക്കൂ, ഇവിടെ ഒരു കട്ട കണ്ടില്ലേ? ഇത്ര പരിയുള്ള ഒരു കട്ട, ഇതൊരു കട്ടയാണ്. 1, 2, 3, 4 എണ്ണാണ് ഇവിടെ ഉള്ളത്. എത്ര ബ്ലോക്കാണ് ഇവിടെ ഉള്ളത്? 4. മനസ്സിലായോ കുട്ടികൾക്ക്? 4 എങ്ങനെയാ മനസ്സിലായോ? ഇങ്ങനെയുള്ള ചിത്രങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവണം. 4 ബ്ലോക്സ്, 4 കട്ടകൾ ഇവിടെയുണ്ട്. ഓരോ കട്ടകൾ ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. ഓക്കെ, നോക്ക്, ഇവിടെ നോക്കിയാൽ ഇവിടെ എത്ര കട്ടയുണ്ട്? 1, 2 കട്ട ഇവിടെയുണ്ട്. ഇവിടെയോ 1, 2 കട്ടകളുണ്ട്. ഈ ഉയരത്തിലോ 1, 2 കട്ടകൾ ഉയരത്തിലുണ്ട്.
നോക്കിയാൽ നീളത്തിൽ 2, വീതിയിൽ 2, ഉയരത്തിലും 2 ഉണ്ട്. അപ്പോ ഇതിന്റെ വലുപ്പവും ഒരേപോലെ ആയിരിക്കുമോ? ഇതിലുള്ള ക്വാണ്ടിറ്റിയും ഇങ്ങനെ ഒരു പീസ് നമുക്ക് കിട്ടിയാല് അതും ഇതും ഒരുപോലെയാണെന്ന് പറയാൻ പറ്റുമോ? ഒരേ വലുപ്പമാണെന്ന് നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക? രണ്ടെണ്ണത്തിലും ഒരുപോലെയുള്ള ബ്ലോക്ക് ഉണ്ടാവണം. ഇതെല്ലാ ചെറിയ ചെറിയ കട്ടകൾക്കും ഒരേ വലിപ്പാണെന്ന് വിചാരിക്കുക. എല്ലാ ചെറിയ കട്ടകൾക്കും ഇതിലുള്ള എല്ലാ ചെറിയ ചെറിയ കട്ടകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിനെല്ലാം ഒരേ സൈസാണെന്ന് ഒരേ വലുപ്പമാണെന്ന് വിചാരിച്ചാല് നോക്ക്, ഇതിൽ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4 എണ്ണം മാത്രമേ ഇതിലുള്ളൂ. ഇതിൽ നോക്കിയാൽ 2 എണ്ണം ഇവിടെയുണ്ട്, 2 എണ്ണം ഇവിടെയുണ്ട്. അപ്പൊ താഴെ അതിന് എത്ര എണ്ണം ഉണ്ടാവും? 4 എണ്ണം ഉണ്ടാവും. മേലത്തേലോ നോക്ക്, 1, 2 ഉണ്ട്, 1, 2 അവിടെയും 4 എണ്ണം ഉണ്ടാവും. ടോട്ടൽ അപ്പൊ എത്ര എണ്ണം ഉണ്ടാവും? ഇവിടെ എത്ര എണ്ണം ഉണ്ടാവും? 8 എണ്ണം ഉണ്ടാവും ഇവിടെ. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടുന്നത് 8 ബ്ലോക്ക് നമുക്ക് ഇവിടെ കിട്ടും. 8 കട്ടകൾ കിട്ടും ഇവിടെ, 8 കട്ടകൾ. ഓക്കെ, ഇവിടെയാണ് നോക്കിയേ നിങ്ങള്. ഇവിടെ 1, 2, 3 എണ്ണം ഇവിടെയുണ്ട്, 2 എണ്ണം ഇങ്ങനെയും വെച്ചിട്ടുണ്ട്. അപ്പോ താഴത്തയിൽ എത്ര എണ്ണം ഉണ്ടാവും? താഴെ ഈ 3 എണ്ണം ഉണ്ടാവും. ഇതിന് തൊട്ട് ബാക്കിൽ 3 എണ്ണം ഉണ്ടാവും. ടോട്ടൽ എത്ര ഉണ്ടാവും? 6 എണ്ണം ഉണ്ടാവും. അപ്പൊ അടിയിൽ എത്ര എണ്ണം ഉണ്ടാവും? 6 കട്ടകൾ ഉണ്ടാവും. മുകളിലും എത്ര ഉണ്ടാവും? 6 കട്ടകൾ ഉണ്ടാവും. അപ്പോ ടോട്ടൽ എത്ര കട്ടകൾ ഉണ്ടാവും? 12 കട്ടകൾ ഉണ്ടാവും. ഇവിടെ നമുക്ക് കിട്ടുന്നത് 12 കട്ടകള്, 12 ചതുര കട്ടകള് അല്ലെങ്കിൽ 12 ബ്ലോക്സ് നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, 12 എണ്ണം കിട്ടും. അപ്പോ ഇവിടെ 12 എണ്ണം ഉണ്ട്, ഇവിടെ 8 എണ്ണം ഉണ്ട്. അപ്പൊ വലുത് ഏതാ? ഇതാണ് വലുത് വരിക. ഇവിടെ 8 എണ്ണം ഉണ്ട്, 8 ബ്ലോക്ക് ഉണ്ട്. ഇവിടെ 4 എണ്ണേ ഉള്ളൂ. അപ്പോ ഏതാണ് ചെറുത് വരിക? ഇതുമാകുമ്പോ ഏത് വലുത്? ഇതാണ് വലുത്. അപ്പോ നമുക്കൊരു ബ്ലോക്കിന്റെ ഒരു ചതുരക്കട്ടയുടെ വലുപ്പം പറയാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് അതിൽ എത്ര ബ്ലോക്കുകൾ ചെറിയ ചെറിയ കട്ടകൾ ഉണ്ട് എന്ന് നോക്കിയിട്ട് അത് എത്ര എണ്ണം, ഏതിലാണ് കൂടുതൽ എണ്ണം വരുന്നത്, 2 ചതുരക്കട്ടകൾ തന്നിട്ട് ഏതിലാണ് കൂടുതൽ എണ്ണം വരുന്നത് എന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് ഏതിലാണ് വലുത് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ. അപ്പോ എല്ലാം നമ്മൾക്ക് ഇങ്ങനെ എണ്ണി 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 കണ്ടുപിടിക്കാൻ, ഇവിടെ നോക്കൂ, എണ്ണി കണ്ടുപിടിക്കാൻ നമുക്ക് കഴിയുമായിരിക്കും. 1, 2, 3 ഇപ്പൊ ഇവിടെ 2 എണ്ണം ഉണ്ടായി, താഴെ 6 എണ്ണം ഉണ്ടാവുന്നു, 6 6 12 ഉണ്ടാവുന്നു. പക്ഷെ ഒരുപാടെണ്ണം ഉള്ളതാണെങ്കിലോ, നീളത്തിൽ ഒരുപാടെണ്ണം, വീതിയിൽ ഒരുപാട്, ഉയരത്തിൽ ഒരുപാട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേമാതിരി എണ്ണി കണ്ടുപിടിക്കാൻ ആവണമെന്ന് ഇല്ല. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും എന്നുകൂടെ ഞാൻ ഈ ക്ലാസ്സിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ ചെയ്യുന്നത് എന്താന്ന് വിചാരിച്ചാൽ, നീളത്തിലുള്ളത് 3 എണ്ണം ഉണ്ട്, വീതിയിൽ എത്ര എണ്ണം ഉണ്ട്? ഞാനിവിടെ എഴുതാം, നീളത്തില് 3 എണ്ണം. നീളത്തിന്റെ ഇംഗ്ലീഷ് ലെങ്ത്, നീളത്തിലുള്ളത് 3 എണ്ണം. പിന്നെ വീതിയിൽ എത്ര എണ്ണം ഉണ്ട് നോക്കിയാൽ, വീതിയില് 2 എണ്ണം. 1, 2 കണ്ടില്ലേ? വീതിയിൽ 2. വീതിക്ക് പറയാ ഇംഗ്ലീഷില് ബ്രെഡ്ത്ത് എന്നാണ് പറയാ. ബ്രെഡ്ത്തിൽ 2 എണ്ണം. പിന്നെ ഉയരത്തിൽ എത്ര എണ്ണം ഉണ്ട് നോക്കിയാൽ, 1, 2. ഒരു ഉയരം നോക്കിയാൽ മതി. ഉയരത്തില് 2 എണ്ണം. ഉയരത്തിൽ ഇങ്ങനെ 2 കേട്ടോ. എത്ര ഉയരത്തിൽ വെച്ചിട്ടില്ലെന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, 2 ഉയരത്തില് 2 എണ്ണം. അപ്പൊ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്താല് 3 × 2 ഹൈറ്റ്, ഉയരത്തിന് പറയാ ഹൈറ്റ്, HEIGHT ഹൈറ്റ്. അപ്പൊ നീളവും വീതിയും ഉയരവും ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും കുറിച്ചാല് ടോട്ടൽ അതിലുള്ള ബ്ലോക്കുകളെ കട്ടകളുടെ എണ്ണം നമുക്ക് കിട്ടും ആകെ. അപ്പൊ ഇവിടെ എത്ര വരും? 3 × 2 × 2, 3 2 6, 6 2 12, 3 × 2 6, 6 × 2 12. അപ്പൊ ഇതിന്റെ സൈസ് എത്ര വരും? 12 ബ്ലോക്ക് ആണ് ഇതിന്റെ ആകെ ഉള്ളതിന്റെ ഇതിന്റെ വലിപ്പം വരിക. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ലെങ്ത്, ഇതാണ് ലെങ്ത്, ഇത് ബ്രെഡ്ത്ത്. ഓക്കെ, അപ്പൊ താഴെ വരുന്നത് ലെങ്ത്തും ബ്രെഡ്ത്തും ആയിരിക്കും കേട്ടോ. അപ്പൊ ഇത് എത്ര എണ്ണം ഉണ്ട്? ലെങ്ത്തിൽ എത്ര എണ്ണം ഉണ്ട്? നീളത്തിലുള്ളത് 2. വീതിയിലോ? വീന്ന് എഴുതാൻ, വീതിയിൽ 1, 2. ഒരു സ്റ്റെപ്പിലെത്തി നോക്കിയാൽ മതി. വീതി എല്ലാം എണ്ണണ്ട. 2. ഉയരത്തിൽ എത്ര ഉണ്ട് നോക്ക്? 1, 2. ഉയരത്തില്
2. അപ്പൊ ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്തോ, നീളവും വീതിയും ഉയരവും എത്ര മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടും? 8 എണ്ണം. കറക്റ്റ്. നേരത്തെ 8 എണ്ണം ആയിരുന്നില്ലേ? 1 2 ഇവിടെ ഉണ്ട്, ഇപ്പുറവും 1 2, ടോട്ടൽ 4. ഇവിടെയും 1 2 ഉണ്ട്, അപ്പുറവും എന്തുണ്ടാവും? 1 2, ടോട്ടല് 4 എണ്ണം അപ്പുറവും ഉണ്ടാവും. 4 4 8. ഈ മേലെ കണ്ടില്ലേ 4 എണ്ണം? 1 2 3 4 എണ്ണം കണ്ടില്ലേ മേലെ? അതേമാതിരി അതിന്റെ നേരെ താഴെ എത്ര എണ്ണം ഉണ്ടാവും? 4 എണ്ണം ഉണ്ടാവും. അങ്ങനെ എണ്ണിയെടുക്കുന്നതിന് പകരം നീളത്തിൽ എത്ര എണ്ണം ഉണ്ട്, വീതിയിൽ എത്ര എണ്ണം ഉണ്ട്, ഉയരത്തിൽ എത്ര എണ്ണം ഉണ്ട് എന്ന് കണ്ടുപിടിച്ച് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ലെങ്തിനെ ഞാൻ L എന്നെടുക്കാം, ബ്രെഡ്ത്തിനെ B എന്നെടുക്കാം, ഹൈറ്റിന്റെ ആദ്യത്തെ അക്ഷരം H. നോക്കിയാൽ LBH എന്നെടുത്താൽ അതെല്ലാം കൂടെ ഗുണിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? വോളിയം എന്ന് പറയുന്ന സംഭവം കിട്ടും. എന്താണ് കിട്ടുക? വ്യാപ്തം. അതിൽ എത്ര ബ്ലോക്കുകളുണ്ട്, എത്ര ചതുരക്കട്ടകൾ ഉൾക്കൊള്ളുന്നു എന്നറിയാൻ ഇങ്ങനെ ചെയ്താൽ. അപ്പൊ ഇവിടെ ഡൗട്ട് ഉണ്ടോ നോക്കിയാൽ ഇവിടെ എത്ര ഉള്ളു? 1 2 3 4 നീളത്തിലുണ്ട്. വീതിയിൽ നോക്ക്, ഒറ്റ ഒന്നേ ഉള്ളൂ. ഈ ഒരു കട്ടയല്ലേ ഉള്ളൂ, 1 മാത്രമേ ഉള്ളൂ. ഉയരത്തിലോ ഒറ്റ ഉയരല്ലേ ഉള്ളൂ, 1ന്റെ ഉയരം മാത്രമേ ഉള്ളൂ. അപ്പൊ എത്ര വരും? 1. അതായത് ഇതിന് 4 നീളത്തിലുണ്ട്, വീതിയിലുള്ളത് ആകെ ഒറ്റ വീതിയേ ഉള്ളൂ, ഉയരവും ഒറ്റ 1 മാത്രമേ ഉള്ളൂ, ഇതിന്റെ മേലെ ഇല്ല. അപ്പൊ എത്ര ആൻസർ വരും? 4. കറക്റ്റ് അല്ലേ? 1 2 3 4 എന്ന് പറഞ്ഞാൽ 4 എന്നല്ലേ? അപ്പൊ ഇപ്പൊ നിങ്ങൾ എന്ത് പഠിച്ചു? വോളിയം, വ്യാപ്തം കാണാൻ പഠിച്ചു. ബ്ലോക്കുകള് നീളത്തിൽ എത്ര ഉണ്ട്, വീതിയിൽ എത്ര ഉണ്ട്, ഉയരത്തിൽ എത്ര ഉണ്ട് എന്ന് മാത്രം എണ്ണി നോക്കുന്നു. അപ്പൊ അതിൻ്റെ ഇത് കിട്ടും. ഓക്കെ, അപ്പൊ വ്യാപ്തം കണ്ടുപിടിക്കാൻ എൻ്റെ കുട്ടികൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇനി ഈ വ്യാപ്തം, നീളം നമ്മൾ ഏതിലൊക്കെയാ പറയാം? പണ്ട് നമ്മൾ പഠിച്ചപ്പോ ഇവിടെ ഞാൻ 6 സെന്റിമീറ്റർ എന്ന് എഴുതിയില്ലേ? നീളം 6 സെന്റിമീറ്റർ. അല്ലെങ്കിൽ നീളം ഏതിലാണ് പറയാ? 6 മീറ്റർ എന്നൊക്കെ പറയും. സെന്റിമീറ്റർ, മീറ്റർ എന്ന് പറയും അല്ലെ? ഇതും അതേമാതിരി സ്ക്വയർ സെന്റിമീറ്റർ, സ്ക്വയർ മീറ്റർ എന്നൊക്കെ ഏരിയനെ പറയും. ചതുരശ്ര സെന്റിമീറ്റർ, ചതുരശ്ര മീറ്റർ എന്നൊക്കെ നമ്മൾ നേരത്തെ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. എന്നാൽ വോളിയം, ഈ വ്യാപ്തം എന്ന് പറയുന്ന ഈ മഹാൻ ഏതിലാണ് പറയുക എന്ന് ചോദിച്ചാല് മലയാളത്തിൽ അതിനെ പറയാ ഘന സെന്റിമീറ്റർ. ഘന സെന്റിമീറ്റർ അല്ലെങ്കിൽ ഘന മീറ്റർ. ഇംഗ്ലീഷിൽ ആണെങ്കിൽ നമ്മൾ പറയും ക്യൂബിക് സെന്റിമീറ്റർ. ക്യൂബിക് സെന്റിമീറ്റർ, ക്യൂബിക് സെന്റിമീറ്റർ. ഓക്കെ, അല്ലെങ്കിൽ ക്യൂബിക് മീറ്റർ എന്ന് പറയും. ഓക്കെ, ക്യൂബിക് മീറ്റർ. കുട്ടികൾ ശ്രദ്ധിക്കുക. മറ്റെടുക്ക സ്ക്വയർ സെന്റിമീറ്റർ ആണ് പറഞ്ഞെങ്കിൽ ഇത് പറയാ ക്യൂബിക്. അത്രേ വ്യത്യാസമുള്ളൂ. ഏരിയ സ്ക്വയറിലാണ് പറയാ, വോളിയം പറയുന്നത് ക്യൂബിക്കിൽ. ഏരിയ ചതുരശ്ര എന്നാ പറയാ, വ്യാപ്തം പരപ്പളവ് ചതുരശ്ര എന്നില്ല പറയാ. എന്നാല് വ്യാപ്തം പറയുമ്പോൾ അത് ഘന എന്നുള്ള ഐഡിയയിലാണ് വരിക. അപ്പൊ അതും കിട്ടിയല്ലോ. അപ്പൊ എന്താണ് ഈ ഘന സെന്റിമീറ്റർ, ഈ ക്യൂബിക് സെന്റിമീറ്റർ എന്താണെന്ന് അറിയണ്ടേ? അതും കൂടെ ഞാൻ പറഞ്ഞു തരാം. അതും കൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലത്തെ എല്ലാ പ്രോബ്ലവും നമുക്ക് കിട്ടും. ക്യൂബിക് സെന്റിമീറ്റർ അല്ലെങ്കിൽ ക്യൂബിക് മീറ്റർ എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ ഇവിടെ നോക്കിയാൽ ഇവിടെ ചെറിയ ഒരു ക്യൂബ് കണ്ടോ നിങ്ങൾ? ഇതിനിടയിൽ ഞാൻ നേരത്തെ വരച്ചു വെച്ചതാ. ഇവിടെ ഒരു ക്യൂബ് കണ്ടു. ഈ ചെറിയ, അതായത് ഏത് മാതിരി നിങ്ങൾ വിചാരിച്ചാൽ മതി, ഇതിലൊരുപാട് ക്യൂബില്ലേ മക്കളെ? അപ്പൊ അതിലത്തെ ഒന്നിനെടുത്താൽ മതി, ഒരു കട്ട. ഈ ഒരു കട്ടക്ക് ശ്രദ്ധിക്കാൻ, ഇതിലത്തെ ഒരു കട്ടേനെ മാത്രം മനസ്സിൽ വിചാരിക്കുക. അതിന് 1 സെന്റിമീറ്റർ നീളം, 1 സെന്റിമീറ്റർ നീളം, അതിന് 1 സെന്റിമീറ്റർ വീതി, അതിന് 1 സെന്റിമീറ്റർ ഉയരം. അതായത് 1 സെന്റിമീറ്റർ നീളവും 1 സെന്റിമീറ്റർ വീതിയും 1 സെന്റിമീറ്റർ ഉയരവുമുള്ള ഒരു കട്ടയുടെ വ്യാപ്തമാണ് ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത്. 1 × 1 × 1 നമുക്ക് എത്ര കിട്ടും? 1. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? സെന്റിമീറ്റർ, സെന്റിമീറ്റർ, സെന്റിമീറ്റർ. അതിനെയാണ് നമ്മൾ പറയാ ക്യൂബിക് സെന്റിമീറ്റർ. മലയാളത്തിൽ പറഞ്ഞാല് സെന്റിമീറ്റർ. ഓക്കെ, മലയാളത്തിൽ പറഞ്ഞാല് 1 സെന്റിമീറ്റർ. ശ്രദ്ധിച്ചാൽ 1 സെന്റിമീറ്റർ നീളം ഇൻറ്റു 1 സെന്റിമീറ്റർ വീതി ഇൻറ്റു 1 സെന്റിമീറ്റർ ഉയരം ഉള്ള ഒരു ചെറിയ സാധനത്തിന്റെ, ഇതുപോലുള്ള ഒരു സാധനത്തിന്റെ
വ്യാപ്തമാണ് എത്ര? 1 ഘന സെന്റിമീറ്റർ. അപ്പൊ മൂന്ന് കാര്യം ഇപ്പൊ ഞാൻ പഠിപ്പിച്ചു. ആദ്യം പറഞ്ഞാൽ എന്താ? ഒരു കട്ട കണ്ടു കഴിഞ്ഞാൽ ചെറിയ കട്ടകൾ ചേർന്നിട്ടുള്ള സ്മോൾ ബ്ലോക്സ് വെച്ചിട്ട് ഒന്നിച്ച് ചേർത്തിട്ടുള്ള ഒരു ബ്ലോക്ക്, ഒരു കട്ട കണ്ടാല് അത് ഏതാണ് വലുത് എന്ന് അറിയുന്നതിന് അതിൽ എത്ര ബ്ലോക്കുകൾ, ചെറിയ ചെറിയ കട്ടകൾ ഉണ്ട് എന്ന് നമ്മൾ എണ്ണി നോക്കിയാൽ മതി. എണ്ണി നോക്കുന്നത് പ്രയാസമാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ നീളത്തിൽ എത്ര കുഞ്ഞു ബ്ലോക്കുകൾ ഉണ്ട്, ഇങ്ങനെയുള്ള വീതിയിൽ ബ്രെഡ്ത്തിൽ എത്ര കുഞ്ഞു ബ്ലോക്കുകൾ ഉണ്ട്, സ്മോൾ ബ്ലോക്സ് ഉണ്ട്, അതേപോലെ ഇങ്ങനെ വരുന്നതിൽ എത്ര കട്ടകൾ ഉണ്ട് വെക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇഷ്ടിക ബ്രിക്സ് ഒക്കെ നിങ്ങൾ വീട് പണിയോ മറ്റൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അവര് ലോഡിങ്ങുകാര് വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അടുക്കി വെക്കാറില്ലേ? അപ്പൊ അടുക്കി വെക്കുമ്പം ഒന്നിന്റെ നീളത്തിൽ തന്നെ 5-6 എണ്ണം വെച്ചു, പിന്നെ വീതിയിൽ വെച്ചു, പിന്നെ അതിന്റെ മേലെ ഉയരത്തിൽ വെച്ചിട്ട് കണ്ടിട്ടേ. അപ്പോ ചെറിയ ചെറിയ ഇഷ്ടികനെ കൊണ്ട് വലിയ ഇഷ്ടികകളായി. ഓക്കെ, അപ്പൊ അതാണ് എന്ത്? അതിന്റെ ക്വാണ്ടിറ്റി, അതായത് വോളിയം, വ്യാപ്തം എന്ന് പറയുന്നത്. എത്ര കുഞ്ഞു കട്ടകൾ ഉണ്ട് എന്ന് ടോട്ടൽ നോക്കിയാൽ മതി. അതൊരു കാര്യം പറഞ്ഞു. ഈ ക്വാണ്ടിറ്റിയുടെ, വോളിയത്തിന്റെ, ഈ അളവിന്റെ, ഇതിന്റെ വലുപ്പത്തിന്റെ അളവാണ് വോളിയം എന്ന് പറയുന്നത്, വ്യാപ്തം എന്ന് പറയുന്നത്. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് എന്താണ്? 1 സെന്റിമീറ്റർ നീളം, 1 സെന്റിമീറ്റർ വീതി, 1 സെന്റിമീറ്റർ ഉയരമുള്ള ഒരു ചെറിയ പീസിന്റെ, ബ്ലോക്കിന്റെ നീളവും വീതിയും ഹൈറ്റും എല്ലാം ഒരേപോലെയുള്ള ചെറിയൊരു ഇതേമാതിരിയുള്ള, നിങ്ങൾക്ക് അതിനു വേണ്ടി ഈ സാധനം ഇതേമാതിരിയുള്ള ഒന്നിന്റെ അളവാണ് എന്ത് പറയുന്നത്? 1 സെന്റിമീറ്റർ ക്യൂബ്. ഇതിനെ ഇങ്ങനെയും പറയാം മലയാളത്തില്. ഇംഗ്ലീഷില് ക്യൂബിക് സെന്റിമീറ്റർ അല്ലെങ്കിൽ ഇങ്ങനെയും എഴുതാറുണ്ട്, 1 സെന്റിമീറ്റർ ക്യൂബ് എന്നും എഴുതാറുണ്ട് കുറച്ച് വലിയ ക്ലാസ്സുകളിൽ. നിങ്ങൾ ഇപ്പൊ തൽക്കാലം ഇങ്ങനെ തന്നെ പഠിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ വോളിയത്തിന്റെ യൂണിറ്റ്, വോളിയം ഏതിലാ പറയാ? വ്യാപ്തം ഏത് അളവിലാണ് പറയാ? ഘന സെന്റിമീറ്റർ അല്ലെങ്കിൽ ഘനമീറ്റർ. മീറ്ററിലാണ് ചോദ്യം ഉള്ളതെങ്കിൽ ഘനമീറ്റർ, സെന്റിമീറ്ററിലാണ് ചോദ്യം ഉള്ളതെങ്കിൽ ഘന സെന്റിമീറ്റർ. അത് കണ്ടുപിടിക്കാനുള്ള വഴി നീളത്തിൽ എത്ര ഉണ്ട് നോക്കുക, വീതിയിൽ എത്ര ഉണ്ട് നോക്കുക, എന്നിട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ചെറിയ പ്രോബ്ലങ്ങളിലേക്ക് ഒന്ന് പോകാലോ. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ചിത്രത്തിൽ അവിടെ നാല് ചിത്രം നിങ്ങൾ അവിടെ കാണുന്നുണ്ട്. അത് ഒരുപാട് ഈ കട്ടകള്, ചെറിയ ചെറിയ കട്ടകൾ അടുക്കി വെച്ചിട്ടില്ലാണ് കാണുന്നത്. അതിൽ ഏറ്റവും വലുത് ഏതാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കൂ, ഒന്നാമത്തെ ചിത്രത്തില് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഒന്നാമത്തെ ചിത്രത്തിലാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നീളത്തില് എത്ര ഉണ്ട് നിങ്ങൾ എഴുതി വെക്കുക, വീതിയില് എത്ര ഉണ്ടെന്ന് അത് എഴുതുക, ഉയരത്തില് എത്ര ഉണ്ട് നിങ്ങൾ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഉത്തരാവും. നീളത്തിൽ എത്ര എണ്ണം വരും നോക്കിയാൽ 1, 2, 3, 4 എണ്ണം ഉണ്ട് നീളത്തില്. നീളം എന്ന് പറഞ്ഞാൽ ലെങ്ത്, ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ലെങ്ത്, വീതിക്ക് ബ്രെഡ്ത്ത്, ഉയരത്തിന് ഹൈറ്റ്. അപ്പൊ അതിന്റെ എഴുതിയാൽ മതി. നീളം, വീതി, ഉയരം എഴുതി വെച്ചിട്ട് നീളത്തിൽ 4 ചെറിയ കട്ടകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ വീതിയിൽ നിങ്ങൾക്ക് എത്ര എണ്ണം കാണാൻ പറ്റുന്നുണ്ട്? അവിടെ 2 എണ്ണം കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഉയരത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എത്ര? 2 എണ്ണം ഉണ്ട്. നോക്കിയേ നിങ്ങൾ. അപ്പൊ ആകെ എത്ര എണ്ണം ഉണ്ട് കണ്ടുപിടിക്കാൻ എന്താ വഴി? നീളവും ഈ വീതിയിലുള്ളതും ഈ ഉയരത്തിലുള്ളതും മൾട്ടിപ്ലൈ ചെയ്യുക. 4, 2, 8, 8, 2 നമുക്ക് ഉത്തരം കിട്ടും 16 എണ്ണം. ഇതിന്റെ വലിപ്പമായി 16 ചെറിയ കട്ടകളാണ് ആയത്തിന്റെ വലിപ്പം കിട്ടുന്നത്. രണ്ടാമത്തെ ചിത്രത്തിൽ നോക്കിയ നിങ്ങൾ 1, 2, 3, 4 എണ്ണം നീളത്തിൽ കാണാം. രണ്ടാമത്തെ ചിത്രത്തിൽ നീളത്തിൽ കാണുന്നത് 4 എണ്ണം ഇൻറ്റു നോക്ക്. അടുത്ത വീതിയിൽ എത്രയുണ്ട് നോക്കിയാൽ വീതിയിൽ 1, 2, 3 എണ്ണം, വീതിയിൽ 3 എണ്ണം. ഉയരത്തിൽ എത്രയുണ്ട് നോക്കിയാൽ നിങ്ങൾ 1, 2, 3 എണ്ണം, ഉയരത്തില് 3 എണ്ണം ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഗുണിച്ച് നോക്കിയാൽ 4നെ 3 കൊണ്ട് ഗുണിച്ചാല് 4 × 3 നമുക്ക് 12 കിട്ടും. 12നെ 3 കൊണ്ട് ഗുണിച്ചു നോക്കിയാൽ നമുക്ക് 36 കിട്ടും. അപ്പൊ രണ്ടാമത്തേല് 36 എണ്ണം ഉണ്ട്. മൂന്നാമത്തെ ചിത്രത്തിലേക്ക് വരാം. നമുക്ക് മൂന്നാമത്തെ ചിത്രം താഴെയില്ലൊരു ഒന്നാമത്തെ ചിത്രം. നമുക്ക് അതിനെ നീളം വീതി എന്ന് പറയുന്നതിലുണ്ട്. നീളത്തിന് ഈ ഇടത് ഭാഗത്തുള്ള നീളം അല്ലെങ്കിൽ വീതി എന്ന്, താഴെയുള്ളത് നിങ്ങൾക്ക് നീളവും വീതി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലും
കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യത്തെ എത്ര നീളം എത്ര എണ്ണം ഉണ്ട് നമുക്ക് ഇടാം. അവിടെ 3 എണ്ണം ഉണ്ട്. വീതി എടുക്കുന്നുണ്ടെങ്കിലും അവിടെ എത്ര എണ്ണം നോക്കിയാൽ 1 2 3 എണ്ണം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഉയരം വരുമ്പോ നിങ്ങൾ നോക്കിയാൽ അവിടെ 1 2 3 എണ്ണം ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഗുണിച്ചു നോക്കിയാൽ 3 3 9 9 3 നമുക്ക് ഉത്തരം കിട്ടും 27. 3 3 9 9 into 3 27. അങ്ങനെ ഫോർത്തിലേക്ക് വരികയാണ്, ലാസ്റ്റിലേക്കുള്ളതില്. അതിൽ നോക്കിയാൽ നിങ്ങൾ 1 അതിൽ വരുന്നത് 1 2 3 ടോട്ടൽ വരുന്നത് 1 2 3 4 5 എണ്ണം വരുന്നുണ്ട്. അതേപോലെ തന്നെ വീതിയിൽ എത്ര എണ്ണം വരുന്നുണ്ട്? 3 എണ്ണം വരുന്നുണ്ട്. ഉയരത്തിൽ എത്ര എണ്ണം വരുന്നുണ്ട്? 4 എണ്ണം വരുന്നുണ്ട്. നീളത്തിൽ വരുന്നത് 5 എണ്ണം, വീതിയിൽ വരുന്നത് 1 2 3 എണ്ണം വന്നു. ഉയരത്തിൽ വരുന്നത് 1 2 3 4 എണ്ണം വന്നു. ഗുണിച്ചു നോക്കിയാൽ 5 3 15, 15നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 15നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് എത്ര ഉത്തരം കിട്ടും? 60 എന്ന് കിട്ടും. അപ്പൊ ഇതിൽ ഏറ്റവും വലുത് ഏതാണ്? അപ്പൊ ബാക്കിയുള്ളത് ഞാൻ മായ്ക്കാം. ഇങ്ങനെ എഴുതിയ ഇത് ഞാൻ മായ്ച്ചു കളയാം. അപ്പൊ ഇനി നിങ്ങൾക്ക് എന്റെ മക്കൾക്ക് പറയാൻ പറ്റുമല്ലോ ഏറ്റവും വലുത് ഏതാണെന്ന്. എത്ര? ഇത് 16 ആണ്, 30 ആണ്, 27 ആണ്. ഇത് ഏതാണ്? ഇതാണ് ഏറ്റവും വലുത്. നാലാമത്തേത് ഇപ്പൊ ഇതിൽ ഏറ്റവും സ്മോളസ്റ്റ് ഏതാ വരിക? 16. അപ്പൊ ഇതാണ് സ്മോളസ്റ്റ്, ചെറുത്. ഇത് ചെറുത്, ഇത് ലാർജസ്റ്റ്, വലുത്. മനസ്സിലായല്ലോ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ എണ്ണങ്ങൾ കറക്റ്റ്. ഞാൻ ഒന്നുകൂടെ ഞാനത് വെരിഫൈ ചെയ്യാം. ഒന്നാമത്തേല് നീളം 4, വീതി 2, ഉയരം 2 കറക്റ്റ് ആണ്. ക്ഷമിക്കുക. രണ്ടാമത്തേല് 5 നീളമുണ്ട് അല്ലേ? സോറി. രണ്ടാമത്തെ കണക്കിൽ 4 അല്ല നീളം. രണ്ടാമത്തെ കണക്കിൽ എത്രയുണ്ട്? 5 ഉണ്ട് നീളം. ക്ഷമിക്കുക, 5 നീളമുണ്ട്. അതേപോലെ വീതി എത്ര? 3 ആണ്. ഉയരം എത്ര? 3 ആണ്. അപ്പൊ 36 അല്ല വരിക. 5 3 15, 3 9, 5 45 ആണ് ഉത്തരം വരിക. ഇത് ഒന്ന് കറക്റ്റ് ചെയ്യണേ. ഈ പറഞ്ഞത് ഒന്ന് കറക്റ്റ് ചെയ്യുക. അടുത്തത് 3 3 3 കറക്റ്റ് ആണ് മൂന്നാമത്തേല്. അടുത്തതില് 5 3 1 2 3 4 അതും കറക്റ്റ് തന്നെ. അപ്പൊ അതിന്റെ ഉത്തരം ഇപ്പൊ നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞു. ക്ലിയർ ആയില്ലേ? ഇതൊന്ന് കറക്റ്റ് ചെയ്യണേ. ആദ്യം നിങ്ങൾ ഞെട്ടിപ്പോയിട്ടുണ്ടാവും അല്ലെ? ഞാൻ 4 എഴുതിയപ്പോ ഇത് 5 എണ്ണം നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, നേരത്തെ ചെയ്ത ചോദ്യങ്ങളിൽ ഇതുപോലുള്ള കട്ടകൾ തന്ന സമയത്ത് നമ്മൾ എത്ര അതിന്റെ വലിപ്പം നോക്കാൻ എത്ര കട്ടകൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അതെങ്ങനെയാണ്? നീളത്തിൽ എത്ര, വീതിയിൽ എത്ര, ഉയരത്തിൽ, ലെങ്ത്തിൽ എത്ര ബ്ലോക്ക് ഉണ്ട്, ബ്രെഡ്ത്തിലുണ്ട്, ഹൈറ്റിൽ എത്ര ഉണ്ട്, എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ടോട്ടൽ ബ്ലോക്സ് ആകെയുള്ള കട്ടകളുടെ എണ്ണം കിട്ടി. ഏറ്റവും കൂടിയ എണ്ണം ഏതാണോ അതാണ് അതിന്റെ ആൻസർ വന്നത്. കറക്റ്റ്. എന്നാൽ ഇനി നമ്മൾ പുതിയൊരു കാര്യം പഠിക്കാൻ പോവാണ്. അത് സിമ്പിൾ ആണ്, വേറൊന്നല്ല. ഇനി വരുന്ന കട്ടകളുടെ നീളങ്ങളെല്ലാം ശ്രദ്ധിക്കൂ കുട്ടികളെ. ഇനി വരുന്ന കട്ടകളുടെ നീളങ്ങളെല്ലാം ഇതാ നോക്ക്. കട്ടകളുടെ നീളങ്ങളെല്ലാം 1 സെന്റിമീറ്റർ 1 സെന്റിമീറ്റർ 1 സെന്റിമീറ്റർ വരുന്നാന്ന് വിചാരിക്കുക. നീളവും വീതിയും ഉയരവും 1 സെന്റിമീറ്റർ വരുന്ന കട്ടകളാണ് ഇതിലുള്ളതെങ്കിൽ അതിന്റെ വോളിയം എത്ര കട്ടകൾ എന്നല്ല, അതിന്റെ വ്യാപ്തം എത്രയാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. ശ്രദ്ധിക്കുക, നേരത്തെ ചെയ്ത അതേപോലെ തന്നെ. പക്ഷെ എന്താ പ്രത്യേകത? ഓരോ കട്ടകൾക്കും സെന്റിമീറ്ററിലാണെങ്കിൽ 1 സെന്റിമീറ്റർ നീളം, ലെങ്ത് 1 സെന്റിമീറ്റർ, ബ്രെഡ്ത്ത് ബി എഴുതുന്ന 1 സെന്റിമീറ്റർ, ഹൈറ്റ് എച്ച് എഴുതുന്നു 1 സെന്റിമീറ്റർ. മലയാളത്തിലാണെങ്കിൽ നീളം നീന്ന് എഴുതുന്നു, വീതി വീന്ന് എഴുതുന്നു, ഉയരം ഊന്ന് എഴുതുന്നു. അപ്പൊ ഇത് മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന എന്തായിരിക്കും? അതിന്റെ വ്യാപ്തം. മലയാളത്തില് ഇത് മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് അതിന്റെ വ്യാപ്തം. ഇംഗ്ലീഷില് വോളിയം. ഓക്കെ, അപ്പൊ വോളിയം കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതിൽ വരുന്ന ഓരോ കട്ടക്കും 1 സെന്റിമീറ്റർ 1 സെന്റിമീറ്റർ 1 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ ഈ ഒന്നിന്റെ വോളിയം എത്ര കിട്ടും നോക്കിയാൽ, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ 1 × 1 × 1 1 1 1 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 1 × 1 1 1 × 1 1. അപ്പൊ നമുക്ക് കിട്ടും സെന്റിമീറ്റർ 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 ഗുണിച്ചാല് ഇംഗ്ലീഷിലാണെങ്കിൽ ക്യൂബിക്
ക്യൂബിക് സെന്റിമീറ്റർ. മലയാളത്തിലാണെങ്കിൽ നമ്മൾ എഴുതുമ്പോൾ ഒരു ഘന സെന്റിമീറ്റർ എന്ന് പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് ഒന്ന് ശ്രദ്ധിക്കണേ. ഇത് ഇങ്ങനെയുള്ളതിനാണ് ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ എന്ത് വരിക? വോളിയം വരിക, വ്യാപ്തം വരിക. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു കട്ടക്കാണ് 1 സെന്റിമീറ്റർ ക്യൂബ് വ്യാപ്തം വരിക. അപ്പൊ ഇതില് അതുപോലുള്ള ഒരു കട്ടക്ക് 1 ഘന സെന്റിമീറ്റർ, ഒരു ബ്ലോക്കിന് 1 ക്യൂബിക് സെന്റിമീറ്റർ. അങ്ങനെ ഇതുപോലെ ഇതിൽ എത്ര എണ്ണം ഉണ്ട് നോക്കിയാൽ മതി. ഇതിൽ 10 എണ്ണം ഇല്ലെങ്കിൽ ഇതിന്റെ വോളിയം 10 ക്യൂബിക്, 10 ഘന സെന്റിമീറ്റർ. ഇതിൽ 20 എണ്ണം ഉണ്ടെങ്കിൽ 20 ഘന സെന്റിമീറ്റർ, 20 ഉണ്ടെങ്കിൽ 20 ക്യൂബിക് സെന്റിമീറ്റർ എന്ന് എഴുതിയാൽ മതി. അപ്പോ എന്താ സംഭവം ഓർമ്മിക്കേണ്ട ആവശ്യമുള്ളൂ. നോക്കൂ, ഇതിന്റെ ലെങ്ത്തിൽ എത്രയുണ്ട് നോക്ക്, നീളത്തിൽ. ശ്രദ്ധിക്കണേ, അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ എഴുതി വെക്കുക, ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. മലയാളം മീഡിയത്തിന് എഴുതുമ്പോ നീളം, വീതി, ഉയരം. നീളം, വീതി, ഉയരം എന്ന് എഴുതി വെക്കുക. ഇനി ഇതിന്റെ എണ്ണം എഴുതിയാൽ മതി. നോക്ക്, ഇതും നീളം ഇതും നീളമായിട്ട് നമുക്ക് എടുക്കാം, കുഴപ്പമൊന്നുമില്ല, തെറ്റൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇതെത്ര വരും നോക്കിയാൽ 1 2 3 4 എണ്ണിപ്പടിക്കണേ, കൃത്യമായിട്ട് എണ്ണിപ്പടിക്കണം. എത്ര വരും? 4. അപ്പൊ നീളം 4 എന്ന് എഴുതാം. ഇൻറ്റു വീതി നോക്ക്, 1 2 3 4, വീതിയും 4. ഇൻറ്റു ഉയരം നോക്കിയാൽ 1 2 3, തെറ്റിക്കല്ലേ, 1 2 3. ഇത് തന്നെ ആയിരിക്കും എവിടെ എടുത്താലും ഉയരം ഉണ്ടാവുക. 1 2 3. കട്ടയാണേ, കട്ട, ബ്ലോക്കിനെയാണ് പറഞ്ഞത് 3. അപ്പൊ ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നോക്ക്, 4 4 16. 16 എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 3 കൊണ്ട്. 16 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്കറിയാം. ആൻസർ മൾട്ടിപ്ലൈ ചെയ്താൽ 48 കിട്ടും. അപ്പൊ ഇതിന് നമ്മൾ എഴുതും 48 ഇംഗ്ലീഷ് മീഡിയം കുട്ടികള് ക്യൂബിക് സെന്റിമീറ്റർ, മലയാളം മീഡിയം കുട്ടികള് 48 ഘന സെന്റിമീറ്റർ. കഴിഞ്ഞു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ഇവിടെ എഴുതുക വോളിയം, മലയാളം കുട്ടികൾ എഴുതുക വ്യാപ്തം. അപ്പൊ ഈ കണക്ക് തീർന്നു. ഇതിന് വേണമെങ്കിൽ എന്ത് എഴുതി വെക്കാം? ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം കുട്ടികൾക്ക് ഇതിന് ഫോർമുല, അത് എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് അറിയാൻ ആദ്യം എഴുതി വെക്കുന്നതിന് വോളിയം ഈക്വൽ ടു, മലയാളം കുട്ടികൾ എന്തെഴുതുക? വ്യാപ്തം സമം. ഇങ്ങനെ എഴുതി വെച്ചിട്ട് അതിന്റെ എണ്ണം കണ്ടുപിടിച്ചിട്ട് ചെയ്താൽ നമുക്ക് അതിന്റെ ആൻസർ ആയി. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ? ഓക്കെ, നീളത്തിൽ എത്ര, വീതിയിൽ എത്ര, ഉയരത്തിൽ എത്ര. ഓക്കെ, നിങ്ങൾക്ക് അവിടെ ഇപ്പൊ ചിത്രത്തില് 2 ചിത്രങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതില് ചെറിയ ചെറിയ സമചതുര കട്ടകൾ, 1 സെന്റിമീറ്റർ വലിപ്പമുള്ള അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ സൈഡിന് ലെങ്ത് ഉള്ള ചെറിയ കട്ടകൾ ഒന്നിച്ചു വെച്ചിട്ടുള്ള വലിയ ബ്ലോക്ക്, വലിയ കട്ടയാണ് നിങ്ങൾ അവിടെ കാണുന്നത്. അതിന്റെ വോളിയമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സിമ്പിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഐഡിയ മാത്രം ഓർമ്മിച്ചാൽ മതി. നിങ്ങൾ എന്ത് എഴുതി വെക്കുക? ആദ്യം വോളിയം ഈക്വൽ ടു ലെങ്ത്തിലുള്ളത് ഇൻറ്റു ബ്രെഡ്ത്തിലുള്ളത് ഇൻറ്റു ഹൈറ്റിലുള്ളത് എന്ന് എഴുതി വെക്കുക. നമ്മൾ നേരത്തെ എക്സാമ്പിൾ ചെയ്ത മാതിരി. അതാ മലയാളം വ്യാപ്തം സമം നീളത്തിലുള്ളതിന്റെ എണ്ണം, നീളം എഴുതിയാൽ മതി, വീതിയിലുള്ളത് എണ്ണം, നീളവും വീതിയും താഴെയാണ് വരിക കേട്ടോ. ഓക്കെ, ഇൻറ്റു ഹൈറ്റ് ഉയരത്തിലുള്ളതിന്റെ എണ്ണം. അത് കൃത്യമായിട്ട് എണ്ണം കണ്ടുപിടിക്കാൻ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഞാൻ ചെയ്യാം. ഒന്നാമത്തതിന്റെ ഓരോന്നിന്റെ അളവ് നിങ്ങൾ അവിടെ ഒന്നാം ചിത്രം കണ്ടോ? ഒരു വലുതും ഒരു ചെറുതും കണ്ടില്ലേ കട്ടകള്? ഓക്കെ, അപ്പൊ അതിൽ എത്ര കാണും? നീളത്തിൽ നിങ്ങൾക്ക് അവിടെ കാണാം 4 എണ്ണുണ്ട്, വീതിയിൽ നിങ്ങൾക്ക് അവിടെ കാണാം 4 എണ്ണുണ്ട്, ഉയരത്തിൽ നിങ്ങൾക്ക് അവിടെ കാണാം 4 എണ്ണുണ്ട്. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തോ? 4 × 4 × 4 ആണ് ഇതിന്റെ വോളിയം, വ്യാപ്തം. വോളിയം, വ്യാപ്തം. ഓക്കെ, എത്ര കിട്ടും നമുക്ക്? മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ 4 × 4 × 4, 4 നമുക്ക് കിട്ടും 16. ആ 16നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, നമുക്ക് കിട്ടും 64. അപ്പൊ ഇവിടെ ഞാൻ എഴുതി വെക്കാം 64, 64. അതിന്റെ യൂണിറ്റ് നിങ്ങൾക്ക് അറിയാം, ക്യൂബിക് സെന്റിമീറ്റർ. ഇംഗ്ലീഷില്, മലയാളത്തില് എഴുതുമ്പോ ഘന സെന്റിമീറ്റർ, ഘന സെന്റിമീറ്റർ. അത് കഴിഞ്ഞു. ഇതേമാതിരി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. രണ്ടാമത്തേല് നിങ്ങൾക്ക് അവിടെ ചിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. എത്ര ഉണ്ട്? നീളത്തിൽ നിങ്ങൾ നൊണ്ണി നോക്കിയാൽ 1 2 എണ്ണം കാണാൻ പറ്റും. വീതിയിൽ നിങ്ങൾക്ക് എത്ര എണ്ണം കാണാൻ പറ്റുന്നുണ്ട്? അവിടെയും 2 എണ്ണം കാണാൻ പറ്റുന്നുണ്ട്.
ഉയരത്തിൽ നിങ്ങൾക്ക് എത്ര എണ്ണം കാണാൻ പറ്റുന്നുണ്ട്? 3 എണ്ണം കാണാൻ പറ്റും. കാണുന്നില്ലേ? ഉയരത്തിൽ 1, 2, 3 എണ്ണം. അപ്പൊ നമുക്ക് നോക്കിയാൽ 2 × 2 × 3, 2, 2, 4, 4, 3, 12. അപ്പൊ അത് എന്ത്? 12 എന്താണ്? 12 അതേ യൂണിറ്റ് എഴുതുക. എന്തെഴുതുക? ക്യൂബിക് സെന്റിമീറ്റർ, ഘന സെന്റിമീറ്റർ. ഇത് തന്നെ ഇവിടെയും എഴുതി വെക്കുക. ഒരു യൂണിറ്റ് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കടക്കുകയാണ്. നീളത്തിലുള്ളത് എണ്ണി നോക്കിയാൽ അവിടെ 1, അടുത്ത നോക്കിയാൽ ആ ചിത്രം കണ്ടില്ലേ? അവിടെ ആ ചിത്രത്തിൽ അവിടെ എത്ര എണ്ണം ഉണ്ട്? നീളത്തിൽ 4 എണ്ണം ഉണ്ട്. വീതിയിൽ നിങ്ങൾക്ക് എത്ര എണ്ണം കാണാൻ പറ്റുക? നോക്കിയാൽ 1, 2, 3 എണ്ണം കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഉയരത്തിൽ എത്ര എണ്ണം കാണാൻ പറ്റുന്നുണ്ട്? 3 എണ്ണം കാണാൻ പറ്റും. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ, മൾട്ടിപ്ലൈ ചെയ്യാൻ 3, 3, 9 നമുക്കറിയാം. 9നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 9, 4, 36, 36. അല്ലെങ്കിൽ 3 × 3 9, 9 × 4 ആണ് 36. അത് നമുക്ക് അറിയുന്നുണ്ട്. ഇനി 4 × 3 12 ആണ്. 12 × 3 എത്ര? 36. മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും 36 കിട്ടും. 12നെ 3 കൊണ്ട് ഗുണിച്ചാലും 36 കിട്ടും. യൂണിറ്റ് ഇത് പഠിച്ചു വെച്ച് ഇവിടെ എഴുതുക. ഓക്കെ, ഇനി നാലാമത്തെ ചിത്രത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. നാലാമത്തെ ചിത്രത്തില് നിങ്ങൾക്ക് എത്ര എണ്ണം കിട്ടുന്നുണ്ട്? അവിടെ 7 എണ്ണം കിട്ടുന്നുണ്ട്. നോക്കിയാൽ നാലാമത്തെ ചിത്രം നിങ്ങൾ നോക്കിയാൽ, നാലാമത്തെ ചിത്രം നിങ്ങൾക്ക് അവിടെ കാണാം. 7 എണ്ണം കാണുന്നുണ്ട്. നീളത്തില് 7 എണ്ണം. ഇൻറ്റു വീതിയിൽ എത്ര എണ്ണേ ഉള്ളൂ? 2 എണ്ണേ ഉള്ളൂ. ഉയരത്തിൽ നിങ്ങൾ നോക്കിയാൽ 1, 2, 3. അപ്പൊ 3 എണ്ണം ഉണ്ട്. നോക്കിയാൽ മൾട്ടിപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ഇതാ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തു. ആദ്യം 2 × 3 എത്ര? 6. 2, 3, 6. 6നെ ആരെ കൊണ്ട് ഗുണിച്ചാൽ മതി? 7 കൊണ്ട്. അത് നമുക്കറിയാലോ. 6, 7, 42. ഇതാ 2 × 3 6, 6 × 7 42. അല്ലെങ്കിൽ 7, 2, 14. 14നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 7 × 2 14, 14 × 3 42. ഇതേ യൂണിറ്റ് എഴുതണേ. ഓക്കെ ഓക്കെ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ എങ്ങനെയാണ് പറയുന്നത്? നീളത്തിൽ നോക്കിയാൽ നിങ്ങൾ എത്ര എണ്ണം കാണുന്നുണ്ട്? നിങ്ങൾ അവിടെ 3 എണ്ണം കാണുന്നുണ്ട്. ഓക്കെ, വീതിയിലോ 1, 2 എണ്ണം ഉണ്ട്. കാണുന്നില്ലേ? ഉയരത്തിൽ നോക്കിയാൽ നിങ്ങൾ 2 എണ്ണം അവിടെയും കാണാൻ പറ്റും. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്തോ. സിമ്പിൾ അല്ലേ? 3 × 2 6, 6 × 2 12, 12. 3 × 2 6, 6 × 2 12. അതിന്റെ യൂണിറ്റ് എല്ലാത്തിനും യൂണിറ്റ് എഴുതണേ. ക്യൂബിക് സെന്റിമീറ്റർ, ഘന സെന്റിമീറ്റർ. ഓക്കെ അല്ലേ? നിങ്ങൾ മിടുക്കന്മാരല്ലേ? മിടുക്കന്മാര് അല്ലേ? ഓക്കെ, മിടുക്കരാണ്. മിടുക്കന്മാര് മിടുക്കികളായിട്ട് പഠിച്ച് മിടുക്കരാവുക, ക്ലാസ്സിൽ ടോപ്പേഴ്സ് ആയിട്ട് മാറുക. ഓക്കെ, ഇപ്പൊ ഐഡിയ മനസ്സിലായല്ലോ. എന്തുകൊണ്ടാണ് ഇത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റിയത്? അതിലുള്ളതെല്ലാം 1 സെന്റിമീറ്റർ സൈഡ് ലെങ്ത് ഉള്ള ചെറിയ ക്യൂബുകൾ ആയതുകൊണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ടതും ഉയർന്ന ക്ലാസ്സുകളിലൊക്കെ ആവശ്യമായി വരുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. വോളിയം തന്നെ, പക്ഷേ മെഷർമെന്റ് തരുന്നത് വേറൊരു തരത്തിലായിരിക്കുമെന്ന് മാത്രം നോക്കാം. അതും കൂടെ മനസ്സിലായാൽ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏത് ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. നോക്കാം, നമുക്ക് പഠിക്കാം. ഇങ്ങനെയുള്ള ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയുമല്ലോ, ഇതാ ഇങ്ങനെയുള്ള ഒരു ചോദ്യം വരുമ്പോൾ ഇത് എത്ര എണ്ണം ഉണ്ട് ചോദിച്ചാൽ നിങ്ങൾ പറയും നീളത്തിലുള്ളത് 1, 2, 3. 1, 2, 3 എണ്ണം നീളത്തിലുണ്ട്. ഇതാ 1, 2, 3 എണ്ണം ഉണ്ട്. ലെങ്ത്തിലുള്ളത്, ലെങ്ത്തിനെ ഞാൻ നീന്നെഴുതുന്ന, വീതിനെ ഞാൻ ബ്രെഡ്ത്തിനെ ഞാൻ വീന്നെഴുതുന്ന വീതി, ഹൈറ്റിനെ ഞാൻ ഇവിടെ എച്ച് എഴുതി, ഇവിടെ ഞാൻ എഴുതുന്നു ഉയരം. നമുക്കറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ ഇതിന്റെ നീളത്തിൽ എത്ര ഉണ്ട്? 1, 2, 3. ഓക്കെ, ഇതിൻ്റെതോ 1, 2. സിമ്പിളാണ്. ഇതിന്റെ ഉയരം എത്ര? ഈ വീതി എത്ര? 2. 1, 2. ഉയരം 1, 2 എണ്ണം. കണ്ടില്ലേ? 1, 2 എണ്ണം ഉണ്ട്. 2 എണ്ണം ഉയരം. അപ്പൊ ഇതിന്റെ വോളിയം, ഇതിന്റെ വ്യാപ്തം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇത് 3 മൾട്ടിപ്ലൈ ചെയ്യും. 3 × 2 × 2, 3, 2, 6, 2, 12. 12 ക്യൂബിക് സെന്റിമീറ്റർ, അല്ലെങ്കിൽ 12 ഘന സെന്റിമീറ്റർ. ഘന സെന്റിമീറ്റർ അല്ലെങ്കിൽ ക്യൂബിക് സെന്റിമീറ്റർ. ചുരുക്കിയിട്ട് CUB, ക്യൂബിക് സെന്റിമീറ്റർ എന്ന് എഴുതാം. മറ്റവർക്ക് ഖ കുത്തിട്ടിട്ട് സെന്റിമീറ്റർ എന്നും എഴുതാം. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് നമുക്ക് ഉത്തരം കിട്ടി. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് 3 വന്നത്? ഇതിന്റെ നീളം എത്ര? 1. ഇതിന്റെ നീളം എത്ര? 1. ഇതിന്റെ നീളം 1. ചെറിയ കട്ടയുടെ നീളം 1. ഇതിന്റെ എത്ര? 1. ഇതിന്റെ എത്ര? 1. ഓരോന്നിന്റെ
ഇതിന്റെ ഉയരത്തിൽ 1, ഉയരത്തിൽ 1. നോക്കൂ കുട്ടികളെ, ഇങ്ങനെ നമ്മൾ എഴുതി കട്ടയുടെ നീളം ഇങ്ങനെ 1 എടുക്കുന്നതിന് പകരം കട്ട തരാതെ നോക്കിയാൽ ഇതേ ചിത്രം തന്നെ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഇവിടത്തേക്ക് 3 സെന്റിമീറ്റർ. നോക്ക്, ദാ 1, 1, 1 3 ഉള്ളത്. ഇവിടത്തേക്ക് 3 സെന്റിമീറ്റർ. ഇവിടുന്ന് ഇവിടത്തേക്ക് 2 സെന്റിമീറ്റർ. ശ്രദ്ധിക്കണേ, ഇത് വീതി എത്ര? 2 സെന്റിമീറ്റർ. ശ്രദ്ധിക്കൂ കുട്ടികളെ, 2 സെന്റിമീറ്റർ. ഉയരം 1, 2. ഈ ഉയരം 2 സെന്റിമീറ്റർ. ഇങ്ങനെ തന്നാല് നിങ്ങൾക്ക് ഇതിന്റെ വോളിയം, ഇതിന്റെ വലിപ്പം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ, വ്യാപ്തം കണ്ടുപിടിക്കാൻ കഴിയുമെന്നുള്ളതാണ്. സിമ്പിൾ. ഇവിടെ എങ്ങനെയാണ് നമുക്ക് 3 കിട്ടിയത്? ഒരു 3 ഒന്നുകൾ ചേർന്നിട്ടല്ലേ. അതിന് പകരം അവർ എന്ത് ചെയ്യുന്നു? ടോട്ടൽ 3 തരുന്നു. ഈ 2 ഒന്നുകൾ ചേരുന്നതിന് പകരം 2 തരുന്നു, 2 തരുന്നു. ഈ 2 ഒന്നിന് പകരം 2, 2 എന്ന് നമുക്ക് തരുന്നു. അപ്പൊ ഇങ്ങനെ നമുക്ക് കിട്ടിയാലും സിമ്പിൾ ആയിട്ട് ആൻസർ എഴുതാം. ഇതേ സൂത്രത്തെ തന്നെ എഴുതിയിട്ട് LBH, നീളം വീതി ഉയരം എന്ന് എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് ആൻസർ എഴുതാം. ഇങ്ങനെയാണെങ്കിൽ 3 × 2 × 2. മനസ്സിലായോ? 3 × 2 × 2. അവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഉത്തരം എത്ര കിട്ടുന്നു? 12. സെയിം അല്ലേ? ഒരേ ആൻസർ അല്ലേ കിട്ടുന്നത്? ഇങ്ങനെയുള്ള അളവുകളാണ് ഇനി നമുക്ക് തരിക. അപ്പൊ നമുക്ക് കണ്ടുപിടിച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റണം. ഞാനൊരു എക്സാമ്പിൾ പറയാം. നോക്കൂ കുട്ടികളെ, ഇങ്ങനെയുള്ള ഒരു രൂപം, ഇങ്ങനെയുള്ള ഒന്നുണ്ട് എന്ന് വിചാരിച്ചോ. ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള ഒന്നുണ്ട് വിചാരിക്കാം. ഇതിൻ്റെത് 10 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. 10 സെന്റിമീറ്റർ. ഓക്കെ, ഇതിൻ്റെത് ഒരു 6 സെന്റിമീറ്റർ ഉണ്ട് വിചാരിക്കാം. ഇത് 4 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. എന്നിട്ട് നമ്മളോട് പറയാണ് ഇതിന്റെ വോളിയം, ഇതിന്റെ വ്യാപ്തം എത്ര ആണ്. അപ്പൊ നിങ്ങൾ ഇത്രയും അറിയണ്ടോ? ഇതെന്താണ്? നീളാണ്, ലെങ്ത് ആണെന്ന് അറിയണം. ഇതെന്താണ്? ബ്രെഡ്ത്ത്, വീതിയാന്ന് അറിയണം. ഇത് വരുന്നത് ഹൈറ്റ്. ഇതും ഹൈറ്റ് ആണ്, ഇതും ഹൈറ്റ് ആണ്. ഇതും ലെങ്ത് ആണ്, ഈടുന്ന ഇടത്തേക്കുള്ളതും ലെങ്ത് ആണ്. രണ്ടും സെയിം ആയിരിക്കും കേട്ടോ. ഇതും 6 വീതിയാണ്, ഇതും 6 വീതി തന്നെയാണ്. അത് കൃത്യമായിട്ട് കുട്ടികൾ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഇതിന്റെ വോളിയം എത്ര കിട്ടും? സിമ്പിൾ അല്ലേ? വ്യാപ്തം നിങ്ങൾ മനക്കണക്കായിട്ട് തന്നെ ഇത് ഉത്തരം പറയുമെന്ന് എനിക്ക് തോന്നുന്നു. 10 × 6 × 4. അവസാനം യൂണിറ്റ് എഴുതിയാൽ മതി എന്തിലാണെന്ന്. 10 × 6 × 4. നോക്കിയാൽ 6 4 24. 24 × 10 240. 6 × 4 24. 24 × 10 240. എന്ത് യൂണിറ്റ്? ക്യൂബിക് സെന്റിമീറ്റർ. ക്യൂബിക് സെന്റിമീറ്റർ. മലയാളത്തിലാണെങ്കിൽ ഖ സെന്റിമീറ്റർ അല്ലെങ്കിൽ ഘന സെന്റിമീറ്റർ എന്ന് എഴുതിയ ഉത്തരായി. അപ്പൊ നീളവും വീതിയും ഉയരും ഇങ്ങനെ തന്നാലും കുട്ടികൾക്ക് അതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പഠിച്ചാല് ഇതിലത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മക്കൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് സാരം. ഓക്കെ, പ്രധാനപ്പെട്ട 4 ചോദ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. ആ ചോദ്യങ്ങൾ ഓരോന്ന് എങ്ങനെയാണ് ചെയ്യുക നോക്കുക. ഞാനിപ്പോ അവസാനം തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓരോ ബ്ലോക്ക് ആയിട്ട് തന്നിട്ടുണ്ട് അല്ലെ, ഓരോ കട്ടയായിട്ട് തന്നിട്ടുണ്ട്. പക്ഷെ അതിനെന്താക്കിയിട്ടില്ല, ചെറിയ ചെറിയ കട്ടകളാക്കി മാറ്റിയിട്ടില്ല. പകരം അതിന്റെ ടോട്ടൽ ലെങ്ത്, ടോട്ടൽ ബ്രെഡ്ത്ത്, ടോട്ടൽ ഹൈറ്റ്, ആകെ നീളം തന്നിട്ടുണ്ട്, വീതി തന്നിട്ടുണ്ട്, ഉയരം തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ആ ബ്ലോക്കിന്റെ, ആ കട്ടയുടെ വ്യാപ്തം, വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്. വോളിയം കണ്ടുപിടിക്കേണ്ടത് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നു. എന്താണ്? ലെങ്ത് L × B × H. മലയാളത്തിൽ എഴുതിയാല് നീളം × വീതി × ഉയരം. ഓക്കെ, നീളം × വീതി × ഉയരം. വി എന്ന് പറഞ്ഞാൽ വീതി എന്ന് മനസ്സിലാക്കണേ. ഓക്കെ, നീളം എങ്ങനെ മനസ്സിലാവുക? ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും. നീളവും വീതിയും ഉള്ളതില് ആ താഴെ വരുന്ന 2 അളവുകളില് ഏതാണോ വലുത് അതിനെ നീളമായിട്ട് എടുത്താൽ മതി. ഓക്കെ, അത് ഇപ്പറായാലും അപ്പറായാലും ഏതാണോ അതിൽ വലിയ അളവ് അതിനെ നീളമായിട്ട് എടുത്താൽ മതി. അതിൽ വലിയ കോംപ്ലിക്കേഷൻ ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഒന്നാമത്തെ ചോദ്യം നോക്കിയാൽ നിങ്ങൾ, ഒന്നാമത്തെ ചോദ്യത്തില് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നത് എന്താ? അതിന്റെ നീളം നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 7. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ഞാൻ നീളത്തിന്റെ താഴെ എഴുതുന്നേ, ഇവിടെ എഴുതുന്ന 7 × വീതി. നിങ്ങൾക്ക് അവിടെ എത്ര നോക്കിയാൽ വീതി മനസ്സിലായില്ലേ? താഴെ കാണുന്ന വീതിയില്ലേ? ഓക്കെ, നീളവും വീതിയും അവിടെ കാണുന്നുണ്ട്. അത് എത്രയുണ്ട്? 4 × ഉയരം എത്ര തന്നിട്ടുണ്ട്?
1 എന്നാണ് തന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 7 × 4 × 1. നോക്ക്, എല്ലാം സെന്റിമീറ്ററിലാണ്. സെന്റിമീറ്ററിലായതുകൊണ്ട് എന്താ നമുക്ക് ഉത്തരം കിട്ടുക? ശ്രദ്ധിക്കണേ, ചോദ്യം സെന്റിമീറ്ററിലാണെങ്കിൽ നമുക്ക് കിട്ടുന്ന അളവ് ഏതിലായിരിക്കും? വോളിയം ക്യൂബിക് സെന്റിമീറ്റർ. ശ്രദ്ധിക്കണം മക്കളെ, സെന്റിമീറ്ററിലാണെങ്കിൽ ഘന സെന്റിമീറ്ററിലായിരിക്കും. അവസാനം നമ്മൾ ഉത്തരം എഴുതേണ്ടത് എന്തെഴുതേണ്ടത്? വോളിയം, വ്യാപ്തം എഴുതേണ്ടത് ഘന സെന്റിമീറ്ററിലാണ്. ഇത് നീളം, വീതി, ഉയരത്തിന്റെ അളവ്, മെഷർമെന്റ്സ്, അളവുകൾ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 7 × 4 28നെ 1 കൊണ്ട് ഗുണിച്ചാൽ 28. അപ്പൊ യൂണിറ്റ് എഴുതിക്കോ, ക്യൂബിക്. CUB എഴുതിയാൽ മതി, സെന്റിമീറ്റർ. അല്ലെങ്കിൽ മലയാളത്തില് 28 ഘന സെന്റിമീറ്റർ. ഒന്നാമത്തെ ഉത്തരം കഴിഞ്ഞല്ലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ വരികയാണ്. രണ്ടാമത്തെ തന്ന എങ്ങനെയാണ്? നീളം നോക്കിയാൽ 6 ആണ് തന്നിരിക്കുന്നത്. അപ്പൊ 6 × വീതി നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 3 കാണുന്നുണ്ടല്ലോ. ഇൻറ്റു ഉയരം എത്രയുണ്ട് നമുക്ക് തന്നിരിക്കുന്നത്? ഹൈറ്റ് 3. 6 × 3 × 3. അപ്പൊ 3 എത്രയാന്ന് നമുക്കറിയാം? 9. 9ന് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താല് 54. 3 3 9. 9 × 6 54. എങ്ങനെയും മൾട്ടിപ്ലൈ ചെയ്യാം. ഒന്നാമത്തെ രണ്ടാമത്തെ എന്തെങ്കിലും ചെയ്യുന്ന നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ആദ്യം അറിയുന്നത് ചെയ്തിട്ട് ഇതിന് എളുപ്പത്തിൽ മനസ്സ് കണ്ടുപിടിക്കാൻ പറ്റുന്നെങ്കിൽ അത് എഴുതാം. അതിന്റെ യൂണിറ്റ് എഴുതാം, ക്യൂബിക് സെന്റിമീറ്റർ, ഘന സെന്റിമീറ്റർ. ഓക്കെ, ഇനി നമുക്ക് നോക്കിക്കോ. അതില് മൂന്നാമത്തതിന്റെ അളവുകൾ, എല്ലാ അളവുകളും ഏതിലാന്ന് നോക്കണേ. സെന്റിമീറ്റർ 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 സെന്റിമീറ്റർ, എല്ലാം സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് അതിൽ പേടിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. ഓക്കെ, മീറ്റർ ഒന്നും അതിലില്ല. അപ്പോ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കടക്കുകയാണ്. അവിടെ വരുമ്പോൾ നോക്കിക്കോ നിങ്ങൾ, നീളം എത്രയാണ്? 5 ഇൻറ്റു വീതി എത്രയാണ്? അതും 5. ഉയരം എത്രയാണ്? 5. മൾട്ടിപ്ലൈ ചെയ്താൽ 5 5 25. 25ന് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 5 കൊണ്ട്. നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. 25ന് 5 പഠിച്ചു വെച്ചിട്ടുണ്ടാവും. 125 പഠിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കുക. 125. അതും ഇതേമാതിരി എഴുതണേ, ക്യൂബിക് സെന്റിമീറ്റർ, ഘന സെന്റിമീറ്റർ. ഈ ചാപ്റ്ററിൽ ഫുൾ മാർക്ക് നിങ്ങൾ വാങ്ങണം. നാലാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അവിടെ നിങ്ങൾ നോക്കിയാൽ എത്ര കാണുന്നുണ്ട്? അവിടെ നീളത്തിൽ നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 5 സെന്റിമീറ്റർ ഇൻറ്റു വീതി നമുക്ക് നോക്കി ശ്രദ്ധിക്കണേ, 4 സെന്റിമീറ്റർ. തെറ്റിക്കൂലല്ലോ, വലത്തായാലും ഇടത്തായാലും കുഴപ്പമില്ല. 4 സെന്റിമീറ്റർ ഇൻറ്റു ഉയരം നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 5 തന്നിട്ടുണ്ട്. അപ്പൊ എത്ര കിട്ടും നമുക്ക്? 5 × 4 × 5. 5 4 20. 25 100. എത്ര കിട്ടും? 100. അതും ക്യൂബിക് സെന്റിമീറ്റർ, ഘന സെന്റിമീറ്റർ. ഓക്കെ, ശ്രദ്ധിക്കണേ. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ശ്രദ്ധിക്കണം, നീളം, വീതി, ഉയരം. ഉയരം ഇങ്ങനെ കുത്തനെ വരുന്നത് ഉയരം, അത് തെറ്റിക്കില്ല. നീളം, വീതി എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. താഴെ വരുന്ന അളവാണ് അത്. ലെഫ്റ്റും റൈറ്റും ആയിട്ട് തരാം, അത് നോക്കിയാൽ മതി. വലിയത് നമുക്ക് നീളായിട്ട് എടുത്താൽ മതി. താഴെ വരുന്നതിൽ വലിയ അളവ്. ഓക്കെ, താഴെ വരുന്നതിന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. താഴെ വരുന്നതേ നീളാവുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? നോക്കിയാൽ ഇങ്ങനെയുള്ള ചോദ്യത്തില് ഇത് 10 തന്നാല് നീളം എത്ര വരിക? 10 വരിക. ഈ താഴെ 10 എഴുതുന്നതിന് വരെ അവർക്ക് ഇവിടെയും 10 എഴുതാം. ഓക്കെ, ഇത് 6 എന്ന് എഴുതാം. ഇത് വേണമെങ്കിൽ ഇപ്പുറത്തെ 4 എന്ന് എഴുതാം. ഓക്കെ, ഇത് 4 എന്ന് എഴുതിയിട്ട് ഈ 6ന് വേണമെങ്കിൽ ഈടെ കൊടുക്കാം. അപ്പൊ ഈടെ എത്ര വരിക? നീളം നമുക്ക് കിട്ടും 10. നീളം 10, വീതി 4, ഉയരം 6. ഉയരം എപ്പോഴും ഒന്നിക്കൽ ഈട അല്ലെങ്കിൽ ഇവിടെ. ഈ 3 എണ്ണാണ് ഹൈറ്റ്. ചിത്രം കറക്റ്റ് മനസ്സിലാക്കണേ. നീളം തരുന്നത് ഏതായാലും തരാം. ഇത് തരാം, ഇത് തരാം, ഇത് തരാം. ഓക്കെ, വീതി തരുന്നതോ? ഇത് തരാം, ഇത് തരാം, ഇത് തരാം. ഇതും വീതിയാണ്, ഇതും കറക്റ്റാ. ഓക്കെ, അങ്ങനെ എങ്ങനെ തിരിച്ചു തന്നാലും കുട്ടികൾക്ക് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റണം. ക്ലിയർ ആണല്ലോ? ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കാരണം ഇതിന്റെ തുടർന്നുള്ള ഭാഗം ഇനിയും വരാനുണ്ട്. നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്താൽ മാത്രമേ ഇതിന്റെ വ്യൂസ് കൂടുകയുള്ളൂ. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടി കാണിക്കരുത്. നമുക്ക് ഇതിന്റെ അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.